പറ്റി. ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തോ തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി. ഈ വർണ്ണസുരഭിയം ഭൂമിയിലല്ലാതെ കാമുക ഹൃദയങ്ങളുണ്ടോ, സന്ധ്യകളുണ്ടോ, സൗന്ദര്യമുണ്ടോ, ഗന്ധർവഗീതമുണ്ടോ, വസന്തരേ വസന്തരേ ഇവിടെ സ്നേഹിച്ചു മരിച്ചവരുണ്ടോ. ചന്ദ്രകളപം ചാർത്തിയുറങ്ങും തീരം, ഇന്ദ്രധനുസിൻ തൂവൽ കൊഴിയും തീരം, ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി, എനിക്കിനിയൊരു ജന്മം കൂടി.
ശാന്തി മന്ദിരം തുടങ്ങിയത് 2003 ജനുവരി മാസം 19-ാം തീയതിയാണ്. ശാന്തി മന്ദിരത്തിൻ്റെ ഔദ്യോഗികമാകുന്ന ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കേരള ഹൈക്കോടതി ജഡ്ജി കെ തങ്കപ്പ സാറാണ്. ശാന്തി മന്ദിരം ഇന്ന് തുടങ്ങിയിട്ട് 8 വർഷത്തോളം ആകാൻ പോകുന്നു. ശാന്തി മന്ദിരം നമ്മൾ തുടങ്ങിയ അതിൻ്റെ പ്രവർത്തന ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മൾ ആരുമില്ലാതെ റോട്ടിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്ന മാനസിക രോഗികളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ശാന്തി മന്ദിരം നമ്മൾ തുടങ്ങിയത്. പക്ഷേ ഇന്ന് ശാന്തി മന്ദിരത്തിൽ അതോടൊപ്പം തന്നെ ആരും അന്വേഷിക്കാനില്ലാത്തവരെ ഇന്ന് ഞങ്ങൾ ശാന്തി മന്ദിരത്തിൽ സംരക്ഷിച്ചു വരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവൺമെൻറ് ആസ്പത്രിയായ ജനറൽ ആസ്പത്രിയിൽ 9-ാം വാർഡിൽ നിന്ന് ആരും ഏറ്റെടുക്കാനില്ലാതെ വരുന്ന സമയങ്ങളിൽ ഞങ്ങളെ വിളിച്ച് സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെയും നിർദ്ദേശപ്രകാരം ഞങ്ങൾ ജനറൽ ആസ്പത്രി 9-ാം വാർഡിൽ നിന്ന് ആരുമില്ലാത്ത അനാഥരെ ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതുപോലെ തന്നെ മെൻ്റൽ ആസ്പത്രിയിൽ നിന്ന് അതും ആരുമില്ലാതെ വരുന്ന അവസരങ്ങളിലൊക്കെ ഞങ്ങൾ വിളിച്ചറിയിക്കാറുണ്ട്. അവരെയും ഞങ്ങൾ ഏറ്റെടുക്കുന്നു. അതുപോലെ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് ഞങ്ങളെ ഇപ്പോൾ ഒത്തിരി പേരെ ഞങ്ങൾക്ക് ഏറ്റെടുക്കേണ്ട ഒരിത് വന്നിട്ടുണ്ടായിരുന്നു. അത് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ ഒരു അന്വേഷണം വയ്ക്കുകയും ശാന്തി മന്ദിരത്തിൻ്റെ പ്രവർത്തനം നല്ല രീതിയിലാണെന്ന് അവരൊരു വിലയിരുത്തൽ അവർക്ക് ഉണ്ടായതുകൊണ്ടാവാം ഇന്ന് അവർ നമ്മളെ ഏൽപ്പിക്കുകയും ഇന്ന് ശാന്തി മന്ദിരം നല്ല രീതിയിൽ നടന്നു പോകുന്നു. അതുപോലെ തന്നെ നമ്മുടെ വിവിധ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരുമില്ലാതെ റോഡിൽ അലഞ്ഞിരിഞ്ഞ് താടിയും മുടിയൊക്കെ വളർത്തി നടക്കുന്നവരെ ശാന്തി മന്ദിരത്തിൽ കൊണ്ടുവരികയും അവർക്ക് ഗവൺമെൻറ് നിർദ്ദേശപ്രകാരം അവരെ നിന്ന് നമ്മൾ കത്തോടുകൂടി അവരുടെ നിർദ്ദേശപ്രകാരം തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് ശാന്തി മന്ദിരം ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോരുന്നു.